السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله وسلم على خير خلقه نبينا محمد صلى الله عليه وعلى آله وأصحابه ومن سار على نهجه واقتفى أثره إلى يوم الدين. أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ഉടച്ചുവാർക്കുന്ന, ജീവിതത്തിൽ സമ്പൂർണ്ണമായ വിശുദ്ധി സമ്മാനിക്കുന്ന പുണ്യത്തിൻ്റെ പൂക്കാലമാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ഗുണം ജീവിതത്തിൽ വരാനിരിക്കുന്ന ദോഷബാധയെ ചെറുക്കാനുള്ള കരുത്ത് ഉണ്ടാവുക എന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള വചനം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻഗാമികളായവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ ഏറ്റവും വലിയ ഗുണമായി എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിത്തീരാൻ വേണ്ടി, അഥവാ നിങ്ങൾ ദോഷബാധയെ ചെറുക്കാൻ വേണ്ടി എന്നാകുന്നു അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട്, നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് അറിവ് നൽകിയിട്ടുള്ള പരിശുദ്ധ റമദാനിലെ ഓരോ നോമ്പുകളും നമ്മെ ആത്മീയമായ ഉന്നതിയിലേക്ക് ഉയർത്തുന്നതാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പിൻ്റെ അർത്ഥതലങ്ങളായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അറിവ് നൽകുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥത്തിൽ ആത്മീയമായ ഔന്നത്യത്തോടു കൂടിയുള്ള നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ അവൻ്റെ നോമ്പ് ആയിത്തീരുമ്പോൾ മാത്രമാണ് അത് അവന് കരഗതമാകുന്നത്. നോമ്പിൻ്റെ അർത്ഥതലങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പ്രധാനമായും 3 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞിരിക്കുന്നു. അതിലൊന്ന് സൗമുൽ ഉമൂം എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ ഫഹുവ കഫുൽ ബത്നി വൽ ഫർജി അൻ ഖദാഇ ശഹ്വ, അഥവാ നമ്മുടെ ആമാശയങ്ങളും നമ്മുടെ ഗുഹ്യഭാഗങ്ങളും ഗുഹ്യവയവങ്ങളുമൊക്കെ തന്നെ അതിൻ്റെ ഇച്ഛകളിൽ നിന്ന്, അതിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുന്ന നിലക്കുള്ള ഒരു കേവല നോമ്പ്. ഈ കേവല നോമ്പ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കേവലം ഒരു നോമ്പുകാരനായിത്തീരുക എന്ന് പറഞ്ഞാൽ അന്നപാനീയ ഭോഗ ചിന്തകളിൽ നിന്ന് അയാൾ മാറി നിന്നാൽ മാത്രം മതിയാകും. ഈ നിലക്കുള്ള ഒരു നോമ്പല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗമുൽ ഉമൂമിനപ്പുറം സൗമുൽ ഖുസൂസ് എന്ന
നോമ്പിൻ്റെ ഒരു ഉന്നതമായ തലത്തെക്കൂടി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളാൻ തക്കതായ നിലയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് നമ്മുടെ അടുക്കൽ നിന്ന് കിട്ടേണ്ട നോമ്പിൻ്റെ ഏറ്റവും ഉന്നതമായ അർത്ഥതലം എന്ന നിലക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ ആമാശയം നോമ്പിലാക്കി തീർക്കുന്നു, അയാളുടെ ഇച്ഛകളിൽ നിന്ന് ഭോഗചിന്തകളിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നു എന്നതിനപ്പുറം അയാളുടെ നോമ്പുകാരൻ എന്ന നിലയിൽ പ്രത്യേകമായി അയാളുടെ ബാഹ്യമായ അവയവങ്ങൾ മുഴുവനും നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് കൃത്യമായ പ്രത്യേക തലത്തിലുള്ള ഒരു നോമ്പിൻ്റെ അവസ്ഥയിലേക്ക് നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട ഒരവസ്ഥയിലേക്ക് അയാൾ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പുകാരനെക്കുറിച്ച് പ്രത്യേകമായി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്, മൻ ലം യദഅ, ഒരുത്തൻ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഖൗല അസ്സൂരി വൽ അമല ബിഹി, വേണ്ടാത്ത വർത്തമാനങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ഒരു നോമ്പുകാരൻ എന്ന നിലയിൽ അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അയാളുടെ അന്നപാനീയങ്ങളും ഭോഗചിന്തകളുമൊക്കെ തന്നെയും ഒഴിവാക്കുന്നതിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നാണ്. അപ്പോൾ ഈ ഹദീസ് നമ്മെ കേൾപ്പിക്കുന്നത്, പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഒരു പൊതുവായ നിലക്ക് ഒരു നോമ്പുകാരൻ എന്ന നിലയിൽ അയാൾ ഭോഗഭോജന ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതുകൊണ്ട് മാത്രമാകുന്നില്ല, മറിച്ച് അയാളുടെ ബാഹ്യമായ അവയവങ്ങൾ മുഴുവനും നോമ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കുകയും വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് അയാൾ മുക്തമായ ഒരു ജീവിതം പ്രത്യേകമായി നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അയാൾ പരിശീലിക്കുകയും ചെയ്യണം എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ ഈ ഉന്നതമായ തലം അത് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട ആളുകളായി നോമ്പ് നോൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. എന്നാൽ ഇതിനപ്പുറം നോമ്പിൻ്റെ ഒരു അത്യുന്നത തലം കൂടിയുണ്ട്. അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൗമുൽ ഖുസൂസുൽ ഖുസൂസ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു. സൗമുൽ ഖുസൂസുൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ ഫഹുവ സൗമുൽ ഖൽബ് അനിൽ ഹിമമിദ് ദനീഅതി വൽ അഫ്കാരിൽ മുബഇദതി അനില്ലാഹി തആല വഖഫുഹു അമ്മാ സിവാഹു അല്ലാഹു തആല ബിൽ കുല്ലിയ എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അത് സ്വന്തം കൽബ് കൊണ്ടുള്ള നോമ്പാകുന്നു. കൽബിലേക്ക് ചീത്തയായ വിചാരങ്ങളും ചിന്തകളും കടന്നു വരുമ്പോഴൊക്കെയും തൻ്റെ ചിന്തകളെ പരിപൂർണമായും നിയന്ത്രിക്കുകയും തൻ്റെ വിചാരങ്ങളെ അള്ളാഹുവിലേക്ക് അയാൾ ചേർത്ത് വെക്കുകയും അള്ളാഹുവല്ലാത്ത മറ്റെന്ത് വിചാരങ്ങളും വികാരങ്ങളും അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴൊക്കെയും അള്ളാഹുവിലേക്ക് എന്നുള്ള നിലക്ക് അവൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാനും വികാരങ്ങളെ ഒതുക്കി വെക്കാനും ഒരു നോമ്പുകാരന് സാധിക്കുന്ന നിലയിൽ നോമ്പ് അത്യുന്നതമായ തലത്തിൽ ആക്കിത്തീർക്കാൻ ശ്രമിക്കുക എന്നതാകുന്നു കൽബ് കൊണ്ടുള്ള നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നോമ്പിൻ്റെ ആത്മീയമായ ഉന്നതി ഉൾക്കൊണ്ടുകൊണ്ട് ചൈതന്യവത്തായ നോമ്പനുഷ്ഠിക്കാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഈ സമയങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർ എന്ന നിലയിൽ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.